വിപിൻ സി വിജയൻ ആ പ്രചാരണ വാഹനത്തിലുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. വിപിൻ, കേൾക്കാമെങ്കിൽ എന്താണ് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ BJP ക്യാമ്പ് ഒരു പ്രകടനത്തിലേക്ക് പോകുന്നത്. ബൈക്ക് റാലിയാണ് ആദ്യം നടത്തുന്നത്. സ്ഥാനാർത്ഥിയുണ്ട്, സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രനുണ്ട്, PK കൃഷ്ണദാസ് ഉണ്ട്, ഒപ്പം തന്നെ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയായിട്ടുള്ള പ്രവീണയുണ്ട്. ഇത്രയും പേരാണ് ഇപ്പോൾ ഈ വാഹനത്തിലുള്ളത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എത്രത്തോളം ഒരു പ്രതീക്ഷയാണ് ഈ അവസാന നിമിഷത്തിൽ BJP വെച്ചുകൊടുത്തത്? ഞങ്ങൾക്ക് ഓരോ നിമിഷം കഴിയുന്തോറും ഞങ്ങളുടെ വിജയം ഉറപ്പാവുകയാണ്. വളരെ വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം, വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം, ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം, ഇതെല്ലാം ഞങ്ങളുടെ വിജയ പ്രതീക്ഷ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. LDF-ന്റെയും UDF-ഉം അവർ വിജയിക്കും, വലിയ വിജയിക്കും പാലക്കാട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു വോട്ട് കച്ചവടമെന്ന ആരോപണം BJP പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് അതുണ്ടാവില്ല, ഒരു വിജയം ഉണ്ടാകുമെന്ന് കരുതാൻ കാരണം? അല്ല, രണ്ട് മുന്നണികൾക്കും സാധാരണ പ്രവർത്തകർ അവരുടെ വോട്ട് കച്ചവടത്തിന് ഇത്തവണ നിന്നുകൊടുക്കില്ല. LDF-ന്റെ പ്രവർത്തകർക്ക് അറിയാം, കഴിഞ്ഞ തവണ അവരുടെ വോട്ടുകൾ ഷാഫി പറമ്പിലേക്ക് കൊടുത്തതിൻ്റെ ദുരന്തമുണ്ടായത് അവർക്കറിയാം. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളിലാണ് ഷാഫി പറമ്പിൽ അവരെ പരാജയപ്പെടുത്തിയത്. ഇത്തവണ അത്തരം സാഹസത്തിന് LDF-ന്റെ സാധാരണ പ്രവർത്തകർ തയ്യാറാവില്ല. അത്തരമൊരു നിർദ്ദേശം നേതൃത്വം കൊടുത്താൽ അതിനെ മറികടന്നുകൊണ്ട് NDAക്ക് അനുകൂലമായിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തും. ഒരു മാസത്തെ പ്രചാരണത്തിൽ ഇപ്പോൾ ഈ ശ്രീധരനുമായിട്ട് ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ് പിന്നീട് പരാജയമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ശ്രീധരന് ലഭിച്ചതിനേക്കാൾ ഒരു വോട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണോ ഈ ഒരു മാസത്തെ പ്രചാരണത്തിനൊടുവിൽ ഇപ്പോൾ മനസ്സിലാവുന്നത്? വിജയം പറഞ്ഞിരുന്നു 10,000-ത്തിലധികം വോട്ടെന്ന്, അത് ഇപ്പോഴും അതുപോലെ തന്നെയാണോ? അതെ, ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ 10,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷവും 3 പഞ്ചായത്തുകളിലെ 2ാം സ്ഥാനവും 1ാം സ്ഥാനവും എത്താനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ തവണ 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾ 3ാം സ്ഥാനമായിരുന്നു. അത് തവണ ഞങ്ങൾ മാറ്റിമറിച്ചു. ഈ അവസാന ലാപ്പിലെ ഏറ്റവും വലിയൊരു ചർച്ച സന്ദീപ് വാര്യർ വിട്ടുപോയതൊക്കെ ആയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, അതൊരു തരത്തിലും ഫാക്ടർ ആവില്ല എന്നുള്ളതാണോ? സന്ദീപ് കോൺഗ്രസിലേക്ക് പോയ സമയത്ത് എന്തൊക്കെയായിരുന്നു വാർത്തകൾ? 6 കൗൺസിലർമാർ പാർട്ടി വിടും, ബൂത്താന്തരയിലെ വലിയ വെള്ളിച്ച. എന്താണ് സംഭവിച്ചത്? 48 മണിക്കൂർ കഴിഞ്ഞു. ഒരു ഈച്ച പോലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയിട്ടില്ല. കർണകി നഗറിൽ കൂടുതൽ ആവേശത്തോടുകൂടി ഊർജ്ജസ്വലമായിട്ട് 6 വയസ്സുകാരൻ മുതൽ 80 വയസ്സുകാരൻ വരെ ഇന്ന് പ്രവർത്തന രംഗത്താണ്. 23-ാം തീയതി BJPക്ക് അനുകൂലമായി പാലക്കാട് വിധിയെഴുതുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് BJP ക്യാമ്പ് ആകെയുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കെട്ടുറപ്പ് ഇപ്രാവശ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP വോട്ടഭ്യർത്ഥിക്കുന്നത്. ശരി വിപിൻ, നിൽക്കുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിലാണ്. ഒരു വലിയ റോഡ് ഷോയായി അത് ടൗണിലേക്ക് വരികയാണ്.